എന്താ മോളെ? എനിക്ക് ഐസ്ക്രീം വേണം. അതിനെന്താ? അച്ഛാ വേണ്ട അച്ഛാ, പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. എന്താ മോളെ ഇത്? കുഞ്ഞെന്തെങ്കിലും വേണമെന്ന് പറയുമ്പോ നീ എന്തിനാ തടസ്സം നിൽക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയില്ലേ ഇപ്പോ? അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ടാവും, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അച്ഛാ. ഓ, അപ്പൊ അതാണ് കാര്യം. അതങ്ങനെ തന്നെ വേണം മോളെ, നമുക്ക് പോയേക്കാം. ദേവസേനെ, ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷെ നീ വണ്ടി വന്നിട്ടേ കഴിക്കാവൂ, കേട്ടോ? ശരി ചാച്ചാ. ആ, എന്നാ നിക്ക്. വാ മോളെ. മോളെ, എന്ത് വേണം സാർ? 2 കൊന്നറ്റ തന്നെ. ആ ശരി. ദാ മോളെ, എത്രയായി? 80 രൂപ സാറേ. ദാ. എന്നാ ശരി. ശരി സാറേ. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ അവളെ. ഇനി ചിലപ്പോ പുറത്തെങ്ങനെ ഉണ്ടാവോ? ആ വാ, പുറത്തു പോയി നോക്കാം. എന്നാ വായോ. ഇത്ര പെട്ടെന്ന് ഇവിടുത്തെ എങ്ങോട്ട് പോയി? അവള് രക്ഷപ്പെട്ടു. പോട്ടെ അവള്. അവൾ എവിടെ വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം. അവളെ ആരെന്താന്നൊന്നും അറിയാണ്ട് നമ്മളെങ്ങനെ ഇപ്പൊ അവളെ കണ്ടുപിടിക്കുക? അതൊന്നും വലിയ കാര്യമല്ല. ആ സ്വാമിയെ കാണാൻ വന്ന വിസിറ്റർ ഇല്ലേ, ആ പ്രായമുള്ള ആൾ, അയാളുടെ കൂടെയാ ആ പെണ്ണൂടെ വന്നത്. ഫോൺ നമ്പർ നമ്മുടെ ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ ഉണ്ടാവും. അത് വെച്ച് ആളാരാണെന്ന് കണ്ടുപിടിക്കാം. അത് സംഭവം കിടക്കി. പക്ഷെ നമ്മളവളെ കണ്ടുപിടിച്ചാലും വാൽവ് അവളെല്ലാം തുറന്ന് പറഞ്ഞ പണി പാളി അയച്ചേ. അവൾക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? നമ്മുടെ കയ്യില് എവിഡൻസ് ഇല്ലേ? എന്തുട്ട് എവിഡൻസ്? ഓരോ പേഷ്യൻസിന്റെ റൂമിലും CCTV വെച്ചിട്ടുണ്ട്. അതൊന്നും നിനക്ക് അറിയില്ലേ? അതെല്ലേ, ടെൻഷന്റെ ഇടയ്ക്ക് ഞാനത് മറന്നുപോയി. ടെൻഷനിലാണ് എല്ലാം കൃത്യമായിട്ട് ഓർക്കേണ്ടത്. അപ്പൊ മാത്രമേ ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റൂ. അവളെ വാൽവ് തുറന്നു വിട്ടതിന്റെ CCTV ഫുട്ടേജ് ഇല്ലേ, അതെനിക്ക് കിട്ടിയേ പറ്റൂ. അത് വെച്ച് എങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. CCTV സാധനം എടുക്കണ ഈസി അല്ലേ? ആ ഫൂട്ടേജ് എടുക്കണം. അപ്പൊ അത്രല്ലേ ഉള്ളൂ, ഞാൻ ഏറ്റത്. പക്ഷെ കാശ് കിട്ടുമ്പോ നമ്മളാരും മറക്കരുതിട്ടാ. ശരി ശരി, ആദ്യം CCTV ഫുട്ടേജ് എടുക്കാനുള്ള വഴി എന്താന്ന് നോക്കാം. അത് വെച്ച് അവൾ ഇതുവരെ കാണാത്ത കളി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുരുക കഴിഞ്ഞു. ഒന്ന് വേഗം ആവട്ടെ. കഴിഞ്ഞു. ആ പെണ്ണിനി രക്ഷപ്പെടുന്നത് എങ്ങനെയാന്ന് എനിക്കൊന്ന് കാണണം. ആ മഹാപാപി ചത്തിരുന്നെങ്കിൽ ഇതിനകം ഫോൺ വരേണ്ടതാണല്ലോ. എന്താ ഫോൺ വരാത്തത്? ചേച്ചിയെ, എനിക്ക് തോന്നണം എന്താണെന്നറിയോ? ആ പെണ്ണിന്റെ കൂടെ വന്നിട്ട് പോയ കാരണവരില്ലേ, അങ്ങോരാണ് ആ പെണ്ണിനെ വെച്ചിട്ട് ആ സാമിനെ കൊല്ലാൻ നോക്കണെന്നാ എനിക്ക് തോന്നണേ. അല്ലല്ല, അയാൾ ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. സ്വാമിക്ക് ഒന്നും ആവരുതെന്ന് പറഞ്ഞ് അയാൾ ഒരുപാട് വിഷമിച്ചത് ഞാൻ അന്ന് കണ്ടതാ. ഇപ്പൊ ഈ നടന്ന സംഭവമായിട്ട് അയാൾക്ക് ബന്ധമൊന്നും കാണില്ല. അപ്പൊ ആ പെണ്ണ ആള് ചെക ജില്ലയാണല്ലോ. തീർച്ചയായും
എന്തിനാണോ സാമിനെ കൊല്ലണേ? ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അവളെ വിളിച്ച് 4 പേരട്ട പറ്റിയാലോ? നമ്മളല്ല അവളെ വിളിക്കേണ്ടത്, അവളെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വിളിപ്പിക്കണം. എന്തും നമ്മൾ ആലോചിച്ച് വേണം ചെയ്യാൻ. അതെങ്ങനെ ഇപ്പൊ പറ്റിയ? ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആണെന്ന്. ഇത് അയാളുടെ ഫോണാ. സംസാരിക്ക്. ഹലോ ഹലോ, ഹോസ്പിറ്റലിലെ ഈ നമ്പറിൽ നിന്ന് എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. എന്താ കാര്യം? അതെ സാർ, ഞാനാ റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്ത ശേഷം ചോദിക്കാനൊരു മടി തോന്നിയപ്പോ കട്ട് ചെയ്തതാ. എന്താ ചോദിക്കാനുള്ളത്? എന്തായാലും മടിക്കണ്ട. അത് ഹോസ്പിറ്റലില് പോലീസ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക സാർ. എന്താ? പോലീസ് എൻക്വയറിയോ? എന്തിനാ അത്? അത് പ്രസവ വാർഡിൽ നിന്നൊരു കുഞ്ഞിനെ കാണാതെ പോയി സാർ. അതാ പോലീസ് വന്ന് എൻക്വയറി നടത്തുന്നത്. ഓ, അത് ശരി. അതെ സാർ, ഇൻസ്പെക്ടർ CCTV ഫുട്ടേജ് നോക്കി ഡീറ്റെയിൽസ് എല്ലാം എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ പറഞ്ഞു. ആ, സാറിന്റെ കൂടെ വന്നവരുടെയും ഡീറ്റെയിൽസ് ഒന്ന് വേണം സാർ. നിങ്ങള് ഹൈ സ്റ്റാറ്റസിലിരിക്കുന്ന വലിയ ആളുകളല്ലേ, ചോദിച്ചാ. മോളെ, നീ നിന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നേ? എന്താ അറിയേണ്ടത്? എന്താണെങ്കിലും ചോദിച്ചോളൂ, ഞാൻ പറയാം. സാറിന്റെ കൂടെ വന്നവരാരൊക്കെയാന്ന് ഒന്ന് പറയാമോ സാർ? എന്റെ കൂടെ വന്നത് എന്റെ പേരക്കുട്ടിയും എന്റെ മരുമോളുമായിരുന്നു. ഓ, സാറിന്റെ മരുമകളുടെ പേര്? ഗംഗ. അവരുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ സംശയാസ്പദമായി ആരെങ്കിലും കണ്ടോന്നൊന്ന് ചോദിക്കായിരുന്നു. അതാ. അതിനിപ്പോ എന്താ? എന്ത് വേണമെങ്കിലും ചോദിക്കാലോ. ഒന്ന് ഹോൾഡ് ചെയ്യേ. ഗംഗ, ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ എൻക്വയറിക്ക് വേണ്ടി വിളിക്കുക. ആര്? എന്തിന്? എന്താന്ന് ചോദിക്കേ. ഗംഗേ, സംസാരിക്കും മോളെ. മാഡം, നിങ്ങൾക്കൊരു ബാഡ് ന്യൂസ്. നിങ്ങള് കൊല്ലണോന്ന് വിചാരിച്ച സ്വാമി മരിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഹലോ ഹലോ, കോള് കട്ടായി പോയി അച്ഛാ. ശരി, ഇതാ. എന്റെ നന്ദിനിക്ക് എന്ത് പറ്റിയെന്നറിയില്ലല്ലോ. നന്ദിനി, നന്ദിനി എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നന്ദിനി, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് പറയാനാണ് സൂപാര? നമ്മുടെ ഗായത്രിയില്ലേ, അവള് വേലക്കുന്ന വീട്ടില് ആ ചെക്കനെ കയറി പ്രേമിച്ച് അവര് അതാകെ പ്രശ്നം നോക്കി അവര് വേറെ കല്യാണം ആലോചിച്ച് അവനെ സമ്മതിക്കുകയും ചെയ്ത്. അടുത്ത ഞായറാഴ്ച അവന്റെ കല്യാണമാണ്. ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കിത് ജീവിക്കണ്ടെന്നും പറഞ്ഞ് പെണ്ണ് വിഷമടിച്ച്. എടാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അത് ചവിട്ടി പൊളിക്കത്. കൊച്ചിനെ ഒന്നും ഉണ്ടാവില്ല മോളെ. അയ്യോ, കൊച്ചിനെ നിനക്കിതൊക്കെ നേരത്തെ ചവിട്ടി പൊളിക്കാൻ പറ്റവാ.
ഞാനും നന്ദിനിയും തമ്മിൽ എന്താ ബന്ധം? നന്ദിനിയും നീയും തമ്മിൽ എന്താ ബന്ധമെന്ന്? വെളിയിൽ വാ നന്ദിനി, വാ. വെളിയിൽ വന്ന് നീ ആരാണെന്ന് കാണിച്ചു കൊടുക്ക്. നന്ദിനി പുറ്റിനുള്ളിലില്ല. വെളിയിൽ വന്നിട്ടും അവള് ഇനിയും എന്നെ കാണാൻ വരാത്തതെന്താണ്? നന്ദിനി, അയ്യോ, ഇത്ര നാളും ഞാനായിരുന്നു നിന്നെ തേടി വന്നത്. ഇനി നീ കണ്ടോ നന്ദിനി, ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിന്നെ വരുത്തുന്നത്. ഇത്ര നാളും ഞാനായിരുന്നു നിന്നെ തേടി വന്നത്. ഇനി നീ കണ്ടോ നന്ദിനി, ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിന്നെ വരുത്തുന്നത്. നന്ദിനി, ഞാനാണല്ലോ നിന്റെ പ്രാണൻ. അപ്പോ എനിക്കൊരാപത്ത് വന്നാൽ നീ തീർച്ചയായും വരും. ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തും. എനിക്ക് സർപ്പദംശനം ഏൽക്കുകയാണെങ്കിൽ നീ എവിടെയായിരുന്നാലും നിനക്കത് അറിയാൻ കഴിയും നന്ദിനി. അപ്പോൾ എന്റെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആ വിഷം ഇല്ലാതാക്കാൻ നീ എവിടെയാണെങ്കിലും വരുമെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ നീ അപ്പോഴും വന്നില്ലെങ്കിൽ എന്നെ ആരും രക്ഷപ്പെടുത്തണ്ട. ഞാൻ ആരോരുമില്ലാത്ത ഒരു അനാഥ പ്രേതം പോലെ എവിടെയെങ്കിലും ചത്തടിയട്ടെ. ലക്ഷ്മി എല്ലാം എടുത്തു വെച്ചല്ലോ അല്ലേ? എല്ലാം എടുത്തു വെച്ച് ചേച്ചി. ആ എന്നാ വാ. ചേച്ചി, ഓണവും വിഷു ഒന്നുമല്ല. ഇന്നാണ് നമ്മൾ അതിനേക്കാൾ കൂടുതൽ ആഘോഷിക്കേണ്ടത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമുള്ള ദിവസമാണ്. അരുണിന്റെ പിറന്നാളാണെന്ന്. അതിനേക്കാൾ ഉപരി നമ്മുടെ വീടിന്റെ ഐശ്വര്യ ദേവതയായ ദേവസേനയുടെ പിറന്നാളും. ഇതിനേക്കാൾ സന്തോഷം എന്താ വേണ്ടേ? ഇന്ന് നമ്മള് ഈ നല്ല ദിവസം ഒരു കുറവും കൂടാതെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. തീർച്ചയായിട്ടും ആഘോഷിക്കണം. ആഘോഷിക്കണോ അല്ലേ? ആഘോഷം ഞാൻ അലങ്കോലപ്പെടുത്തി തരാം. ദീർഘായുസ്സുണ്ടാവട്ടെ മോളെ. ഹാപ്പി ബർത്ത്ഡേ ദേവസേന. താങ്ക് യു അമ്മൂമ്മ. മോളെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ആന്റി. ഹാപ്പി ബർത്ത്ഡേ ദേവസേന. താങ്ക് യു ഗംഗ ചേച്ചി. ഇന്ന് വന്നേ മോളെ. എന്താ അച്ഛാ? ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. നോക്കി ഇറങ്ങും മോനെ, പതുക്കെ സൂക്ഷിച്ച്. പതുക്കെ പതുക്കെ മതി, ധൃതി കൂട്ടണ്ട നീ. മോനെ സൂക്ഷിക്കണേ. ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തോ ലിഗമെന്റ് ടയർ ആണെന്നാ പറഞ്ഞത് അങ്ങളെ. ഒരു മാസമെങ്കിലും കാലനക്കാതെ വെച്ചാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. വേദനയ്ക്ക് കുറവുണ്ടോ? വേദനയ്ക്ക് ഒരു കുറവുമില്ല അങ്ങളെ, സഹിക്കാൻ പറ്റുന്നില്ല. എടാ, ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നടക്കാന്നോ. ധർമ്മജൻ എവിടെ മോളെ? മായയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കേട്ടാ. ആ ശരി, വൈകിട്ട് അവനോടൊന്ന് വരാൻ പറ. ശരി പറയേട്ടാ. ആ അച്ഛാ, ഞാൻ ഓഫീസിലേക്ക് പോവാ. എന്തിനാടാ ഇന്ന് ഓഫീസിൽ പോകുന്നേ? ഇന്ന് സന്തോഷമായിട്ട് എല്ലാരുമായിട്ട് ഇവിടെ ഇരുന്നു കൂടെ? അതല്ല അച്ഛാ, ഇന്ന് ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടതാ. ആ ഗംഗേ,
ദേവസേനയ്ക്ക് ഡ്രസ്സ് എടുക്കണം. നിങ്ങൾ രണ്ടുപേരും ഓഫീസിനടുത്തുള്ള ടെക്സ്റ്റൈൽസിലേക്ക് വന്നാൽ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നേക്കാം. ആ ബൈ. എന്തിനാ അച്ഛനെ ഇങ്ങനെ അച്ചാച്ചനെ പോലെ ബിസിനസ് മാൻ ആക്കിയത്? എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം? പിന്നെ എന്താ, ഇന്ന് പോലും അച്ഛൻ വീട്ടിൽ നിൽക്കാതെ ഓഫീസിൽ പോകുന്നുണ്ടോ? ഗംഗേ, മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക ചെല്ലേ. ആ വാ വാ. എന്തൊരു വർത്താനല്ലേ ഇവള്. എല്ലാരും ചെല്ലേ, സൂക്ഷിച്ചു പോണേ. എനിക്ക് വാടാ. ചേച്ചി, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെ ഓരോ ചോദ്യങ്ങൾ കേട്ടില്ലേ? നമ്മുടെ കാലത്തെ പോലൊന്നും അല്ലടാ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. അതിരിക്കട്ടെ, നീ ആ സാമിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയില്ലേ? എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഇപ്പോ ഭേദമായി വരുന്നുണ്ട്. ഓ, ഭേദമുണ്ടോ? എന്നിട്ടായാലും നിന്നോടെന്താ പറഞ്ഞേ? ചേച്ചി അത് എന്താന്ന് വെച്ചാ ആ പറ പറ. അതിന് ചേച്ചിക്ക് അതിലൊന്നും വിശ്വാസമില്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും അവസാനം ചേച്ചി അതിനെ കോമഡി ആയിട്ട് എടുക്കും. എന്ത് ചെയ്യാനാ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്റെ ഒരു ശീലമായി. നമസ്കാരം തമ്പുരാനെ. നമസ്കാരം തമ്പുരാനെ. ഓ ദേ വന്നു ഭക്തജനം. തമ്പുരാനെ നോട്ടീസ്. ഇന്ന് കൊളക്കുന്ന ക്ഷേത്രത്തിലെ തീയാട്ട് തീരാണേ. വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും അന്നദാനം കൊടുക്കുന്നുണ്ട്. പതിവ് പോലെ തമ്പുരാന്റെ കയ്യിൽ നിന്നുള്ള സംഭാവന വാങ്ങാൻ വന്നതാ ഞങ്ങള്. ദൈവത്തിന്റെ പേരും പറഞ്ഞ് എല്ലാവരുടെയും നിന്നും കാശ് പിരിക്കുക. കള്ളടിക്കാനല്ലേ ഈ പിരിവ് നടത്തുന്നേ? എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ? പറഞ്ഞത് ശരിയല്ലേ? എടാ രാജശേഖര, നീ കൊടുക്കണ്ടെന്നല്ല, നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വല്ല അനാഥ കുട്ടികൾക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്ക്. അല്ലാതെ ഇവർക്ക് എന്തിനാ കൊടുക്കുന്നത്? തമ്പുരാട്ടി, ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, ദൈവദോഷം കിട്ടും. അതാ ദോഷം ഉണ്ടാക്കുന്ന ദൈവത്തിനെ പൂജിക്കുന്ന എന്തിനാ? എന്റെ ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുവോ? അകത്തേക്ക് കയറിപ്പോ. ഓ, ഈ പഴഞ്ചനെ കൊണ്ട് തോറ്റു. ചേച്ചിയുടെ രീതി എങ്ങനെയാ? ഒന്നും കാര്യമാക്കണ്ട. അതൊന്നും സാരമില്ല തമ്പുരാൻ. അന്നദാനത്തിലുള്ള പണം ഞാൻ കൊടുത്തേ. ഞങ്ങൾ പൊക്കോട്ടെ. തമ്പുരാനും കുടുംബവും തീർച്ചയായിട്ടും അന്നദാനത്തിൽ പങ്കെടുക്കണം. ആയിക്കോട്ടെ. ശരി. തമ്പുരാനും കുടുംബവും തീർച്ചയായിട്ടും അന്നദാനത്തിൽ പങ്കെടുക്കണം. ശരി അന്ത്രനെ, എന്നാ നമുക്ക് പോവാം. അച്ഛനും വന്നിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. അച്ഛന് ഓഫീസിൽ ഒരുപാട് ജോലിയില്ലേ, അതൊക്കെ തീർത്തിട്ട് അച്ഛൻ വേഗം അങ്ങ് എത്തും. അങ്ങനെയൊക്കെ പറയും. പിന്നെ ഞാൻ മീറ്റിംഗിൽ പെട്ടുപോയി, നിങ്ങൾ എന്നെ വാങ്ങിച്ചോണ്ട് പോക്കോന്ന് പറയും. അച്ഛനാ മോളെ വിളിക്കുന്നേ. ഞാൻ പറഞ്ഞതായിരിക്കും അച്ഛൻ പറയാൻ പോകുന്നേ. നോക്കിക്കോ. ഹലോ. ആ എന്തായി, നിങ്ങൾ ഇറങ്ങിയോ? ആ ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി. 1/4 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും. ശരി, നിങ്ങൾ ഡ്രസ്സ് നോക്കി വെച്ചോ. മാക്സിമം ഞാനൊരു 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ശരി ശരി. അച്ഛനോട് ഞാനും സംസാരിക്കട്ടെ. ഒരു മിനിറ്റ്, ദേവസേനയ്ക്ക് എന്ത് പറയണോന്ന്. ഹലോ അച്ഛാ. മോളെ, അച്ഛൻ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറ്റിച്ചാലുണ്ടല്ലോ, ഞാൻ അച്ഛനോട് പിന്നെ മിണ്ടൂല. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അച്ഛനെ വരാതിരിക്കാൻ പറ്റും മോളെ. അച്ഛൻ എന്തായാലും അവിടെ എത്തും. ബൈ ബൈ. കൂടുതലും ചേട്ടാ, അത് പൊറോട്ടയും ചിക്കൻ 65. എന്തുട്ട് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? ഒരു കാര്യമില്ല ചോദിച്ചത്. പിന്നെ എന്തൊരു ചോദ്യടേ, കൂടെ കണ്ട അറിഞ്ഞൂടെ? ഡാ ഇപ്പൊ പൊത്തിന്ന് പിടിച്ച നല്ല 1 വിഷമുള്ള പാമ്പ് അണ്ണനെ കാണിച്ചു തരട്ടെ. ആ കൂടുതൽ ഇങ്ങനെ പാമ്പിനൊന്ന് പുറത്തേക്ക് എടുത്താ അതിന്റെ കൂടെ എങ്കിലും സെൽഫി എടുത്തു വെക്കായിരുന്നു ചേട്ടാ. പിന്നെ എന്റെ പേര് പാമ്പ് തമ്പാച്ചെന്നാവില്ലേ ചേട്ടാ? കൂടെയിലിരിക്കണത് വിഷപ്പില്ലെടുക്കത്ത ഫ്രഷ് പാമ്പാണടേ. അതിന്റെ കൂടെ എങ്ങനെ നിന്ന് സെൽഫി എടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്റെ അവസാനത്തെ സെൽഫി ആയിരിക്കും അത്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കണേ വിവരമില്ലാത്തമാര്.
ഇത് ഗ്രാഫിക്സ് പാമ്പല്ലടേ, ഒറിജിനൽ രാജ വെമ്പാല. ചേട്ടൻ പിടിച്ച പാമ്പല്ലേന്ന് അവനോട് നൈസായിട്ടൊന്ന് പറഞ്ഞു നോക്ക്. ചേട്ടൻ പറഞ്ഞ കേക്കില്ലേ? കേക്കും, പക്ഷെ അത് നിന്റെ സമയം പോലെ ഇരിക്കും. വേണമെങ്കിൽ ഞാൻ തുറന്നു വിട്ടേരാം. നീ സെൽഫി എടുത്തോ. ഒന്നുകിൽ നിനക്ക് ഫോട്ടോ കിട്ടും, ഇല്ലെങ്കിൽ നിന്റെ ഫോട്ടോക്ക് നാട്ടുകാർ എന്റെ മാലയിടും. പൊന്നു ചേട്ടാ, ഇതിലും ഭേദം ട്രെയിൻ തലവിക്കണതാ. എടാ നമ്മള് ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഒരു ഇഡ്ഡലി ഒന്ന് പോടാ അവിടുന്ന്. നീ വന്നേടാ, നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാ. ജീവൻ പണയം വെച്ച ഇവന്മാരുടെ ഒരു സെൽഫി. ടിഷ്യൂ പേപ്പറൊന്നും ഇല്ലേടേ, വെള്ളങ്ങൾ തന്നല്ലേ. അവന്മാരെ വഹിച്ച് ഒരു 50 രൂപ ഒപ്പിച്ച് ഓട്ടോ പിടിച്ച് പോകാൻ കാശ് വെച്ചിട്ട് പോ. പറ്റില്ല, എഴുതിക്കോ. പിന്നെ വരുമ്പോ തരൂല്ലേ.